ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേട് അല്ലെങ്കിൽ സമഗ്ര വോട്ടർ പട്ടികയിലെ പരിഷ്കരണം, വോട്ട് മോഷണം, ക്രമക്കേട് ഇതെല്ലാം ഉന്നയിച്ച് കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യത്തിൻ്റെയൊക്കെ പ്രതിഷേധ റാലിയൊക്കെ നടക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ ഒരുപക്ഷേ BJP ഈ ഒരു റാലിയെ രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഒക്കെ പേടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും. കാരണം വലിയ രീതിയിലാണ് ഈ പോര് മൂർച്ഛിക്കുന്നത്, BJP കോൺഗ്രസ് പോര് രൂക്ഷമാകുന്നത്. ബീഹാറിന് പിന്നാലെ മഹാരാഷ്ട്രയിലും വോട്ട് മോഷണം ഉയർന്നതോടെ വലിയ വിമർശനം BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, അസംബന്ധമായ പ്രചരണമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഈ യാത്ര കഴിയുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നൊക്കെ BJP തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യമൊക്കെ നടത്തുന്ന ഈ യാത്രയെ അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തപ്പെട്ടേക്കാമെന്ന ഒരു ആശങ്ക, പേടി ഇതൊക്കെ BJPക്കുണ്ട്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലേക്കൊക്കെ കടന്നപ്പോൾ ഫട്നാവിസൊക്കെ വലിയ രീതിയിലാണല്ലോ ഈ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വപ്ന, ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് സ്വീകരിക്കട്ടെ, അവർ വ്യക്തമാക്കട്ടെ എന്നൊരു രീതിയായിരുന്നു BJP സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളത് കണ്ടതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നു. പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. ഒരുപക്ഷെ ജനങ്ങൾ കൂടുതലായി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയിലേക്ക് എത്തുന്നു. പല സ്ഥലത്തും രാഹുൽ ഗാന്ധി കൃത്യമായി പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി യാത്രകൾ എത്തിക്കുന്നു. ഒപ്പം തന്നെ അതിനുശേഷം പൊതുയോഗങ്ങൾ ഉണ്ടാകുന്ന ആ യോഗങ്ങളിലാകെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇതോടുകൂടി തന്നെ BJP സംഘടിതമായി രാഷ്ട്രീയം പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനത്തേക്ക് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചത് അവരവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലാണ് വോട്ട് മോഷണം അടക്കം ഉണ്ടായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ, ആ ആരോപണങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ തെളിവുകൾ കണ്ടെത്തുക. കാരണം കർണാടകത്തിൽ അതിനുവേണ്ടി എടുത്ത സമയം രാഹുൽ ഗാന്ധി പറഞ്ഞു നമ്മൾ കണ്ടണം. മാസങ്ങളോളം എടുത്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. അത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വേണ്ടിവരും. അതുകൊണ്ട് അവിടെ ആർക്കാണ് സ്വാധീനമുള്ളത് ആ പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ നേതൃത്വത്തിലേക്ക് വരട്ടെ, അവർ അതിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ സഹകരണത്തോടുകൂടി തന്നെ ആ വിവരങ്ങൾ പുറത്തുവിടട്ടെ എന്നൊരു നീക്കത്തിലേക്ക് വരുന്നു. ഇതോടുകൂടി തന്നെയാണ് BJP ഇത് രാഷ്ട്രീയ വിഷയമായി തന്നെ മറുപടി പറയാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം രംഗത്ത് വരുന്നത്. മഹാരാഷ്ട്രയിലെ ജനങ്ങളെ അപമാനിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള വോട്ട് മോഷണം ഉണ്ടല്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണ് ഈ വോട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ ആരോപണങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് ഒളിച്ചോടേണ്ട ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷം എത്തുമെന്നുള്ളതാണ് BJP വ്യക്തമാക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും സ്ഥിതി പരിശോധിച്ചാൽ അത് തന്നെയായിരിക്കും അവസാനം തെളിയുക. വിജയം തങ്ങൾക്കാണെന്ന് കോൺഗ്രസ് അവസാനത്തിലേക്ക് വരുമ്പോൾ തങ്ങൾക്കാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുമ്പോഴാണ് ഓരോ ഘട്ടത്തിലും പ്രതിരോധം തീർക്കാൻ ഓരോ സംസ്ഥാനത്തും BJP ശക്തമായി തന്നെ രംഗത്തെത്തുന്നു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രിമാരടക്കം ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തുന്നിരുന്നു. ബീഹാറിൽ തന്നെ അതിന് മറുപടി നൽകുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം അതേ സംസ്ഥാനത്ത് നിന്ന് തന്നെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്. അതിന്റെ കൂടി ഭാഗമാണ് ഇത്തരമൊരു നീക്കമായി നമ്മൾ കാണേണ്ടത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ യാത്ര മുന്നോട്ട് പോകുന്നു. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് വളരെ കൃത്യമായ നിലപാടെടുത്തും ഒപ്പം തന്നെ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ഇത് തീർച്ചയായും അത് തന്നെയാണ്, ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട്. അതിനിടയിലാണ് BJPയും കോൺഗ്രസും അതിശക്തമായ പോര്, പ്രത്യേകിച്ച് വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവും ഒക്കെയായി ഇതിനിടയിൽ ഈ പോരും വിമർശനങ്ങളും പരസ്പരം രൂക്ഷമാകുന്നത്.